ഷാനൂരിന്റെ അബ്ദുൾ റഹ്മാൻ വന്ന വഴി മറക്കരുത് എന്നാണ്. അതിനർത്ഥം പിന്നെ നമ്മൾ വോട്ട് ചെയ്തു എന്നോ ചെയ്തില്ല എന്നോ അല്ല അതിനർത്ഥം. അതിന് വിശദീകരണം അബ്ദുൽ മിസ്ലിനെ പറഞ്ഞു കഴിഞ്ഞു. അവിടെ പൊതുവായി എല്ലാവരും വേണ്ട സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൂടുതൽ റെസിപ്പി ഉണ്ടാകണം, അങ്ങനെയാണല്ലോ. കാരണം അവിടുത്തെ ഓരോ അതാണ് പറയുന്നത്, ഓരോ സാഹചര്യത്തിൽ അങ്ങനെ തീരുമാനമെടുക്കും. മഞ്ചേശ്വരത്ത് നമ്മുടെ ലീഗിനല്ലേ പിന്തുണച്ചത്. അവിടെ മഞ്ചേശ്വരത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ SDP ഏറ്റവും കൂടുതൽ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഞങ്ങൾ അങ്ങേയറ്റം ദ്രോഹിക്കുന്ന ഒരു പാർട്ടിയാണ് ആ മഞ്ചേശ്വരം മണ്ഡലത്തിൽ. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ SDP വോട്ടുള്ള ഒരു അസംബ്ലി മണ്ഡലമാണ് മഞ്ചേശ്വരം. നല്ല പേരുള്ള നല്ല ഗ്രാസ് റൂട്ട് ലെവലിലെ ഘടകങ്ങളുള്ള ഒരു പാർട്ടിയാണ് മഞ്ചേശ്വരത്ത് SDP. പക്ഷെ ഞങ്ങൾ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനാണ് വോട്ട് ചെയ്തത്. അപ്പോൾ അതൊരു രാഷ്ട്രീയ കേരളത്തിൽ മൊത്തമുള്ള ഒരു രാഷ്ട്രീയ സഖ്യമല്ല. ഓരോ മണ്ഡലത്തിലും അതിനനുസൃതമായ തീരുമാനം ഉണ്ടാവും. അബ്ദുൽ വളരെ കൃത്യമായി പറഞ്ഞു. അല്ലെങ്കിൽ ഇനി ചർച്ച പോകേണ്ട കാര്യമില്ല. മഞ്ചേശ്വരത്ത് ലീഗിനെ പിന്തുണച്ചെന്ന് പരസ്യമായി പറയുന്നു. നമ്മളങ്ങനെ പരസ്യമായി അന്നേ പറഞ്ഞിട്ടില്ല. അവിടെ പറയാത്തത് എന്തുകൊണ്ടാണ് മഞ്ചേശ്വരത്ത് അതൊരു ഈ പറഞ്ഞ പോലെ ഒരു തീരുമാനമെടുത്ത് അദ്ദേഹവുമായി ഡിസ്കഷൻ നടത്തി ധാരണ ഉണ്ടാക്കി എന്നിട്ട് പറയുമ്പോഴാണ് നമ്മളെ പിന്തുണച്ചത്. മഞ്ചേശ്വരമായി നമ്മൾ അവിടുത്തെ സഹായത്തുമായി സംസാരിച്ചിരുന്നു. അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. SDP എടുക്കുന്ന ആവശ്യമുള്ള അവിടുത്തെ സ്ഥാനാർത്ഥി സംസാരിച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്തുണച്ചു. പിന്നെ അതിലപ്പുറത്തേക്ക് പിന്നെ BJPയെ അവിടെ പരാജയപ്പെടുത്തണമെങ്കിൽ SDP പിന്തുണച്ചേ മതിയാവും, അല്ലെങ്കിൽ ജയിച്ചു പോകില്ല അവിടുത്തെ. അത് ഇപ്പൊ പാലക്കാട് പറഞ്ഞ പോലെ അവിടെ സംസാരിച്ചാൽ ഇല്ലെങ്കിലും അവിടെ നമ്മൾ നിലപാട് സ്വീകരിക്കും. അത് പരസ്യമായി പറയും. പാലക്കാട് നമ്മൾ പരസ്യമായി പറഞ്ഞതാണല്ലോ. അല്ല, അവിടെ ഒരു പൊതു പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മലപ്പുറത്തിന്റെ ഒരു കൾച്ചർ ഉണ്ടല്ലോ. മലപ്പുറം ഒരു വർഗീയമായ ജില്ലയല്ല. മലപ്പുറം ഒരു സഹിഷ്ണുത ഒരു ജില്ലയാണ്. മലപ്പുറം പരസ്പരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ച് ജീവിച്ചു പോകുന്ന നല്ലൊരു നിങ്ങൾക്കറിയാലോ, മലപ്പുറം ഒരു സ്നേഹത്തിന്റെ ജില്ലയാണ്. ഇവിടെ വിജയരാഘവൻ ഒരു വർഗീയമായ രീതിയിൽ പരാമർശം നടത്തിയപ്പോ അതിന് അബ്ദുറഹ്മാൻ മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ സമീപനം വന്നപ്പോ അതേ രീതിയിലുള്ള മനസ്സായിരുന്നല്ല മലപ്പുറം താനൂരിൽ അദ്ദേഹം ജയിപ്പിച്ചത്. അദ്ദേഹം ജയിപ്പിച്ച മനസ്സെന്ന് പറയുന്നത് ഒരു പൊതു മനസ്സാണ്. ആ മനസ്സ് അതിനനുകൂലമായിട്ടല്ലാതെ അബ്ദുറഹ്മാൻ നിലപാട് സ്വീകരിക്കുന്നത് എന്താണ് പറഞ്ഞത്? SDP വോട്ട് ചെയ്തില്ല എന്നല്ല പറയുന്ന അർത്ഥം. അതൊരു പൊതുവായ അവിടുത്തെ ഒരു അന്നത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ പൊതുവായ കാര്യത്തിൽ SDP ഉണ്ടാവും, അത്രേ ഉള്ളൂ. നമ്മളൊരു അദ്ദേഹത്തിനെ പിന്തുണ പ്രഖ്യാപിച്ചു രീതിയിലുള്ള സംഗതിയല്ല. ഈ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയായിട്ട് മാത്രം അതിപ്പോ